ഹായ് 100 ഡേയ്സ് സീരീസിൻ്റെ ഡേ 2 ആണ് കേട്ടോ ഇന്ന്. ഇത് ഇന്നലെ അവൾ പറഞ്ഞ പോലെ തന്നെ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 3 ചായയും പിന്നെ ഒരു കപ്പ് ചായയും തിളപ്പിച്ച് വെച്ചിട്ട് രാവിലെ തന്നെ അവൾ സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് രാവിലെ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഞങ്ങൾക്ക് ഇന്നത്തെ പ്രോഗ്രാമുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇന്ന് ഞങ്ങൾ 4 സൈറ്റ് കവർ ചെയ്യണം വിചാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷേ എത്ര എണ്ണം കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവസാനം പറഞ്ഞുതരാം. ഇന്ന് ഞങ്ങൾ പോകുന്നത് എറണാകുളം ജില്ലയ്ക്കാണ്. എറണാകുളം ജില്ലയിൽ തന്നെയാണ് കേട്ടോ ഈ 4 സൈറ്റ് ഉള്ളത്. എറണാകുളം ജില്ലയിൽ പിറവം, പിന്നെ അത് കഴിഞ്ഞാൽ മരട്, അത് കഴിഞ്ഞാൽ വടുതല, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പള്ളുരുത്തി സൈറ്റിലും കൂടി പോകണം എന്നാണ് ഇന്നത്തെ പ്ലാൻ. ഇങ്ങനത്തെ ഈ ടാസ്കുകളൊക്കെ ചെയ്ത് തീർക്കാൻ രാവിലെ തന്നെ നല്ലൊരു എനർജി വേണം കേട്ടോ. ആ ഒരു എനർജി രാവിലെ എണീറ്റ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങിയാൽ തന്നെ കിട്ടും. കാരണം ഒരു റിസോർട്ടിൽ താമസിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ, നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ആയിട്ട്. ഈ വീട് ഇതേപോലെ വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ മോനിച്ചനങ്ങളും ഷൈനി ആൻറ്റിയും തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഈ കൺസ്ട്രക്ഷൻ തുടങ്ങി ഒരു 2.5 വർഷത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് കേട്ടോ. മുൻപ് എങ്ങനെയായിരുന്നു വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രൊജക്ട്സ് എവിടെയാണോ അവിടെയാണ് കേട്ടോ ഞങ്ങൾ താമസിക്കാറുള്ളത്. ആ പ്രൊജക്ട്സ് എല്ലാം കഴിയുമ്പോൾ ഞങ്ങൾ ആ സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് മാറാറാണ് പതിവ്. പക്ഷേ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഏകദേശം 1 വർഷമായി കേട്ടോ. അതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് ആൻറ്റി അങ്കിളും തന്നെയാണ്. കാരണം ഞങ്ങൾക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു വീട് വെക്കാനൊരു സ്ഥലം നോക്കുന്നുണ്ടായിരുന്നു. അതും ഞങ്ങൾ ഈ വീടിനോടടുത്ത് തന്നെയാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. കാരണം നമ്മുടെ ഒരു നാട് പോലെ നമുക്ക് ഈ സ്ഥലം ഫീൽ ചെയ്യാൻ മെയിൻ കാരണം നമ്മുടെ ആൻറ്റി അങ്കിളാട്ടോ. ഞങ്ങൾ അവരോട് പോലും എന്തോ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സ്ഥലം മേടിക്കാൻ ആലോചിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തത് ഇതിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ വീട്ടിൽ താമസിക്കാൻ തന്നെ കാരണം നമ്മുടെ ക്ലയൻറ്റ് ജോണിക്ക് വീട് വെക്കാനായിട്ട് വന്നതുകൊണ്ടാണ് കേട്ടോ. അതേപോലെ ജോണിയുടെ അമ്മച്ചിക്ക് ഞങ്ങളെ നല്ല കാര്യമാണ്. പക്ഷെ അമ്മച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല, അമ്മച്ചി UK പോയിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഈ നാടും അതേപോലെ തന്നെ ഇവരെല്ലാവരും ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ലോങ് ഡ്രൈവ് ദിവസം കാണുന്ന ക്ലയൻസുകൾ ചോദിക്കാറുണ്ട് കേട്ടോ, അമ്മു വണ്ടി ഓടിക്കില്ലേന്ന്. അമ്മു നന്നായിട്ട് വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്യും. അമ്മു നന്നായിട്ട് വണ്ടി ഓടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുവണ്ടി എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. അതും കൂടാണ്ട് ഇവളിപ്പോൾ ഇന്ന് തന്ന ടാസ്ക് ഉണ്ടല്ലോ, അതായത് 4 സൈറ്റ് കവർ ചെയ്യുന്ന ടാസ്ക് അമ്മു ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ 2 ദിവസം കഴിയും. അതുകൊണ്ടാണ് അമ്മു മാക്സിമം വണ്ടി ഓടിക്കാണ്ട് ഞാൻ തന്നെ വണ്ടി ഓടിക്കാൻ കേട്ടോ. അപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിനൊക്കെ നമുക്കൊരു കോ ഡ്രൈവർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോ ഡ്രൈവറാണ് അമ്മു. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടിച്ചാണ്. കാരണം ലെഫ്റ്റ് സൈഡിൽ ആ സീറ്റിലിരിക്കുന്ന സുഖമൊന്നും ഒരിക്കലും ഒരാൾക്കും വണ്ടി ഓടിക്കുമ്പോൾ കിട്ടില്ല കേട്ടോ. ഇത് പൊഴിഞ്ഞ റോഡാണ്, നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് പോണത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, എറണാകുളത്തേക്കാണ്. എറണാകുളത്ത് അമ്മുവിന് വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾ വണ്ടി എൻ്റെ കയ്യിൽ തരും. അത് മാത്രമല്ല കേട്ടോ, അമ്മ അവിടെ ഇരുന്ന് ഓടിക്കുകയാണെന്നെങ്കിൽ കൂടി ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന് വണ്ടി ഓടിക്കേണ്ടി വരും. അപ്പോൾ 2 ഡ്രൈവറെ ഓടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മാക്സിമം ഞാൻ തന്നെ ഓടിക്കണത്. വളവിൽ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത്. അവിടെ ഒരു വീട് പണിത് ഞങ്ങളുടെ ഫാമിലി മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് കേട്ടോ പ്ലാന്. അതിൻ്റെ വീഡിയോ എങ്ങനത്തെ വീടാണ്, അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ആദ്യമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു ദിവസം ഒരുപാട് സ്ഥലത്ത് കൂടി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ചില സ്ഥലത്ത് ഈ ബോർഡുകൾ കാണുമ്പോൾ, ചില സ്ഥലത്തിൻ്റെ പേരുകൾ കാണുമ്പോൾ നമുക്ക് ചിരി വരാറുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ മേടിക്കണമെന്ന് ചിന്തിക്കാറുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ പേര് കേട്ടിട്ട് നമ്മൾ ചില സ്ഥലങ്ങൾ ഒഴിവാക്കാറുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ ഇപ്പോൾ ഒരു ബോർഡിൽ കാണിക്കാൻ പോകുന്നത്, എരപ്പാങ്കുഴി. കാരണം നമ്മളൊരു സ്ഥലം വാങ്ങി എന്ന് പറയുമ്പോൾ ഏതൊരാളും നമ്മളോട് ചോദിക്കും ആ സ്ഥലം എവിടെയാണ്. അപ്പോൾ ചില സ്ഥലത്തിൻ്റെ പേരൊന്നും 4 ആളുടെ മുന്നിൽ പറയാൻ പറ്റില്ല കേട്ടോ, മനുവേട്ടൻ്റെ നക്ഷത്രം പോലെ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ആളുടെ നക്ഷത്രം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നക്ഷത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ മൂലം അത്ര മോശമൊന്നുമല്ല. പണ്ട് എൻ്റെ കുടുംബക്കാരും എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിരുന്നത് പൊന്മൂലാണെന്നാണ്. പിന്നെ വളർന്നു വന്നപ്പോൾ അവർ പറഞ്ഞു മുടിമൂലാണെന്ന്. അപ്പോൾ 2 മൂലം ഉണ്ടാവുകൊണ്ട് നന്നായ പൊന്മൂലവും മുടിഞ്ഞ മുടിമൂലമാണ്. അപ്പോൾ കുഴപ്പമില്ല നാളെ. അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു കഞ്ഞി സ്പോട്ടാണ് കേട്ടോ ഇത്. ഓണക്കൂറിലാണ് വരുന്നത്. അനീഷേട്ടൻ നടത്തുന്ന ഒരു കഞ്ഞിക്കട കേട്ടോ ഇത്. സാധാരണ ഞങ്ങളൊരു 11 to 12 ഇതിലെ പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് കഞ്ഞി കുടിക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നേരം തെറ്റിയ നേരത്താണ്. കഞ്ഞി ഉണ്ടാവുമോയെന്ന് അറിയില്ല, കാരണം 2:45 ആയിട്ടുണ്ട് ഇപ്പം. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കുള്ള കഞ്ഞി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്നത്തെ കാര്യം കുശാലായി. നിങ്ങൾ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് കണ്ട 3 ചായ ഇല്ല, 3 ചായ കുടിച്ചതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഒരു കഞ്ഞി ഇവള് മേടിച്ച് തരുന്നത്. അതായത് 2:45 സമയം. ഈ വീട്ടിൽ ചോറും വെച്ച് കറിയും വെച്ച് നമ്മളിതെല്ലാം ഭക്ഷണം കഴിച്ച് പോകാനാണെങ്കിൽ 4 സൈറ്റൊന്നും ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് ഒരു സൈറ്റായിട്ട് ചുരുക്കേണ്ടി വരും. ഇത് പിന്നെ ഞങ്ങളുടെ മോളാണ്, ഇവളാണ് ലയ കേട്ടോ നമ്മുടെ കമ്പനിയുടെ പേര്.
പിന്നെ ചെറിയ ആളുടെ പേര് ലേന എന്നാണ്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ ഞങ്ങൾ ലേന എന്ന് പേരിട്ടിരിക്കുന്നത്. എന്നാലും ചില ചേട്ടന്മാർ വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ട് ഇന്നലെ ഇട്ട നിൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ലാവണ്യ കൺസ്ട്രക്ഷൻ സൂപ്പർന്ന്. അതെ, കാരണം ഒരുപാട് പേര് ലാവണ്യ കൺസ്ട്രക്ഷൻ അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ മിസ്സായിട്ട് അത് വായിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ആദ്യം ഞങ്ങൾ പോയോണ്ടിരിക്കുന്നത് പിറവം നെച്ചൂര് സൈറ്റിലാണ് കേട്ടോ. പുഴ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ചേച്ചിയുടെ ഒരു കട ഉണ്ട്. ഈ ചേച്ചിയുടെ കടയിൽ നിന്നാണ് കേട്ടോ ഈ സൈറ്റിലോട്ടുള്ള നമ്മുടെ ഭായിമാർക്കുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും വാങ്ങുന്നത്. അപ്പൊ ഭായിമാര് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ വന്ന് വാങ്ങി കൊണ്ടുപോലാണ് കേട്ടോ. ഞാനിതിൽ പാസ് ചെയ്യണ സമയത്ത് ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ക്യാഷ് ആയിട്ട് കൊടുക്കും. അല്ലാത്ത സമയത്ത് ചേച്ചിക്ക് GPay ചെയ്ത് കൊടുക്കലാണ് കേട്ടോ പതിവ്. കുറച്ചപ്പുറത്തായിട്ട് ആരക്കുന്നത്ത് ഇതേപോലെ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. അവിടെയും ഇതേപോലെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അവിടുത്തെ പ്രൊജക്റ്റ് എല്ലാം കഴിഞ്ഞു. മിക്ക സൈറ്റിലും ഇതേപോലെ ഞാൻ ഓരോ കടകൾ ടൈപ്പ് ആക്കലാട്ടോ. കട്ടപ്പനയിൽ പിന്നെ നമുക്ക് ഭായിമാർക്ക് നടന്നു പോയി മേടിക്കാൻ പറ്റില്ല, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് വാട്സപ്പ് ചെയ്ത് കൊടുത്ത് ആ ചേട്ടൻ ഒരു ഓട്ടോയിൽ കൊടുത്തു വിടും കേട്ടോ നമ്മുടെ ഭായിമാർക്ക്. അങ്ങനെ നമ്മൾ നെച്ചൂര് നമ്മുടെ ജിജി ചേട്ടൻ്റെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മനോട്ട് എന്തായാലും വർക്കേഴ്സിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയി കേട്ടോ. ആ സമയത്താണ് ഞാൻ ഈ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾക്കും കാര്യങ്ങൾക്കൊക്കെ റിപ്ലൈ കൊടുക്കും. ഇനി ഞങ്ങളുടെ ഇത്ര പ്രൊജക്റ്റിലും ആദ്യമായിട്ടാണ് ഒരു 90% ഈ വീടിൻ്റെ ഫുള്ള് കട്ടിലയും ജനലുകളും മരത്തിൻ്റെയാണ് കേട്ടോ. അതൊക്കെ ജീച്ചേട്ടൻ്റെ ഡാഡി ആശാരിമാരെ വെച്ച് വീട്ടിൽ ഇരുന്ന് പണിയിപ്പിക്കുകയാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമ്മുടെ വർക്കേഴ്സ് താമസിക്കുന്ന ഒരു ചെറിയൊരു വീടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറണ്ടിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഡാഡി അവിടെ സൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മരട് സൈറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾക്കൊരു കായലായിട്ട് തോന്നും, പക്ഷേ ഇതൊരു പാടാണ്. പാടത്തേക്ക് ട്രാക്ടർ ഇറങ്ങാനുള്ള വഴിയിലാണ് കേട്ടോ കുട്ടികൾ ഇപ്പോൾ ചൂണ്ടലിട്ട് കളിക്കണത്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യുമ്പോൾ കുറേ ദുരന്തങ്ങളുണ്ടെന്ന്. പക്ഷേ അതേപോലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കുറേ നല്ല കാഴ്ചകളും കാണാൻ പറ്റും കേട്ടോ. നമ്മൾക്ക് ഇത് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഈ കൃഷിക്കാരൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമം തന്നെയാണ്. ജീച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് മരടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പിറവൻ ടൗൺ ടച്ച് ചെയ്യാൻ കേട്ടോ. നേരെ പേപ്പതി വഴി മുളന്തുരുത്തിയിൽ വന്ന് പോകാൻ പറ്റും. ഈ സ്ഥലമാണ് കേട്ടോ ആരക്കുന്നം. ഇവിടെയാണ് നമ്മൾ ശിവദാസേട്ടന് വേണ്ടി ഒരു വീട് പണിത് കൊടുത്തിരുന്നു. ശിവദാസേട്ടൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ ഞങ്ങളൊരു പ്രോപ്പർട്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് ഞങ്ങൾ ആദ്യം ഒരു ചെറിയൊരു വീടും നമ്മുടെ ഓഫീസൊക്കെ അങ്ങോട്ട് മാറ്റാനായിരുന്നു പ്ലാന്. പക്ഷെ ഇപ്പം നമ്മൾ നിലവിൽ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി പോകുന്ന സമയത്ത് നമ്മൾ ആ പ്രോപ്പർട്ടി കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് അവിടെ ഒരു കടയിൽ നിർത്തിയിട്ടോ. കഞ്ഞി ഇപ്പോൾ കുടിച്ചതേ ഉള്ളൂ എങ്കിലും ഞങ്ങൾക്കൊരു ടൈം ആയിക്കഴിഞ്ഞാൽ ചായ മസ്റ്റാണ് കേട്ടോ. നമ്മുടെ മരട് സൈറ്റ് വരുന്നത് ന്യൂക്ലിയസ് മാളിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ സമയമില്ലാത്തത് കൊണ്ടും അതേപോലെ വണ്ടിയിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ന്യൂക്ലിയസ് മാളിൽ വണ്ടി ചാർജ് ചെയ്തിട്ട് ഒരു ഓട്ടോ എടുത്തിട്ട് സൈറ്റിൽ പോകാനാട്ടോ നിലവിലുള്ള പ്ലാന്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചാർജിങ് സ്റ്റേഷൻ മാക്സിമം ഫ്രീ ആയിരിക്കും കേട്ടോ. കാരണം അത് 4 പ്ലഗും ഉണ്ട്. അത്യാവശ്യം നല്ല കിലോ വോൾട്ട് ഉള്ള ചാർജിങ് സ്റ്റേഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് വണ്ടികൾ ചാർജ് ആയിട്ട് ഫ്രീ ആയി പോവുകയും ചെയ്യും. ഞങ്ങൾക്കിപ്പോൾ കേരളത്തിൽ കാസർഗോഡ് അല്ലാത്ത ബാക്കി എല്ലാ ജില്ലകളിലും എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, അത് ഏതൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുള്ളതിൻ്റെ വ്യക്തമായൊരു ധാരണ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു യാത്ര ഈസിലി പ്ലാൻ ചെയ്യാൻ പറ്റും കേട്ടോ. സാധാരണ ഒരു EV ഉപയോഗിക്കുന്ന ആൾ ചാർജ് ചെയ്യാനുള്ള ഈ സമയം ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സമയമായിട്ടാണ് കേട്ടോ പറയാറുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് കൂടുതൽ സ്റ്റേഷനിൽ അറിയുന്നത് കൊണ്ട് വേസ്റ്റ് ഓഫ് ടൈം തീരെ ഇല്ല കേട്ടോ. ആദ്യമൊക്കെ ഈ വേസ്റ്റ് ഓഫ് ടൈം ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നു. കാരണം ഞങ്ങൾ കൂടുതൽ വീഡിയോ എഡിറ്റിങ് അതേപോലെ എനിക്ക് വല്ല കമ്പനിയുടെ കണക്ക് നോക്കൽ കാര്യങ്ങളൊക്കെ ആ സമയത്തായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ ഞങ്ങളെപ്പോലെ ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് 1 മണിക്കൂർ റെസ്റ്റ് സുരക്ഷയ്ക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഒരു ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഡ്രൈവർ ഹിമ തെറ്റാതെയാണ് കേട്ടോ ഈ വണ്ടി ഓടിക്കുന്നത്. മാത്രം പോരാ കേട്ടോ, നല്ല ശ്രദ്ധയും വേണം. അപ്പോൾ തുടർച്ചയായി ഒരു 2 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു 1 അവർ റെസ്റ്റൊക്കെ നല്ലത് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ EV ആണ് ഏറ്റവും സുരക്ഷിതം. അതേപോലെ തുടക്കകാലങ്ങളിലൊക്കെ ഈ ചാർജിങ് സ്റ്റേഷനെ പറ്റി കൂടുതൽ അറിയാത്തപ്പോൾ ഞങ്ങൾക്കൊരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ മരട് സൈറ്റിലെത്തിയിട്ടോ. ഈ സൈറ്റ് ഞങ്ങൾക്ക് ടാസ്ക് നിറഞ്ഞൊരു സൈറ്റായിരുന്നു കേട്ടോ. കാരണം ഒരു വെള്ളക്കെട്ടിലാണ് കേട്ടോ ഞങ്ങൾ ബേസ്മെൻറ്റ് ഇട്ടത്. അതിൻ്റെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫൂട്ടിങ് ഇൻ പോണ്ട് എന്നാണ് കേട്ടോ അതിൻ്റെ ഹെഡിങ് ഇട്ട്. ആ പേര് പോലെ തന്നെ ഒരു കുളത്തിൽ തന്നെയാണ് നമ്മൾ ഫൂട്ടിങ് ചെയ്തത്. അതേപോലെ മണിയേട്ടന് വർക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം
ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സൈറ്റ് വടുതലേക്ക് പോകാനാണ് കേട്ടോ. ഇനി വന്ന പോലെ തന്നെ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് ന്യൂക്ലിയസ് മാളിലേക്ക് പോകണം. ഞങ്ങൾക്ക് കിട്ടിയ ഓട്ടോ ഒരു കൺസ്ട്രക്ഷൻ പർപ്പസിന് ഓടുന്ന ഒരു ഓട്ടോ ആയിരുന്നു കേട്ടോ. ഡ്രൈവേഴ്സ് ഇല്ലാത്ത സമയത്ത് ദോസ്തിൽ ഓടുന്ന ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അങ്ങനെ ഓട്ടോ ചേട്ടനും ഹാപ്പി, കാരണം ഉള്ള ട്രിപ്പ് കൂടെ അഡീഷണൽ ഒരു 40 രൂപയും കിട്ടി. ഞങ്ങളും ഹാപ്പി, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റും. അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ അടുത്തെത്തി. ഞങ്ങൾക്ക് ഇന്നത്തേക്ക് വേണ്ട ചാർജൊക്കെ വണ്ടിയിലായിട്ടുണ്ട് കേട്ടോ, കാരണം ഞങ്ങൾ അധിക നേരവും സൈറ്റിൽ നിന്നില്ല. പിന്നെ ആയിരുന്നു കേട്ടോ ട്വിസ്റ്റ്, കാരണം ഞങ്ങൾ ന്യൂക്ലിയസ് മാളിൽ നിന്ന് വടുതലേക്ക് ലൊക്കേഷൻ ഇട്ടപ്പോൾ 14 കിലോമീറ്ററിന് 1.5 മണിക്കൂറാണ് കേട്ടോ ഗൂഗിൾ മാപ്പിൽ കാണിച്ചത്. വടുതലേക്കും അതേപോലെ പള്ളുരുത്തിലേക്കും പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ലപോലെ ബ്ലോക്ക് കിട്ടാറുണ്ട് കേട്ടോ. അടുത്ത ദിവസം പക്ഷേ ഇത്രയും ബ്ലോക്കിൽ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നാളത്തെ ഞങ്ങളുടെ എല്ലാ പ്ലാനും തെറ്റും, കാരണം തിരിച്ചു വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. ഞങ്ങൾക്ക് നാളെ ട്രിവാൻഡ്രം പോകാനുള്ളതാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ നമ്മൾ പിറവത്ത് കൂടെ കേട്ടോ വന്നത്. ഇവിടെ നല്ല വൈബിൾ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ എന്തായി കഴിഞ്ഞാലും സമയം ഈ നേരം വരെയില്ലേ, ചായ മസ്റ്റാണ്. അപ്പോൾ ഞാനാണ് വണ്ടി സൈഡാക്കുന്ന ആൾ, കാരണം ചായ എനിക്കാണ് കാര്യമായിട്ട് വേണ്ടത്. ഈ ഒരു റെസ്റ്റോറൻറ്റ് പേര് പോലെ തന്നെയാണ്. ഇതിൻ്റെ പേരെന്തായിരുന്നു? പുഴയോരം. ഇതാണ് ശരിക്കും പുഴയോരം റെസ്റ്റോറൻറ്റ്. അതായത് പുഴയിനോട് ചാരിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അത് ഇന്നത്തെ സാഹചര്യത്തിൽ ആ പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയും കൊണ്ടിരിക്കുകയാണ്. എന്താ വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും വൈബ്, ഇതാണ് ശരിക്കും ആംബിയൻസ്. ഈ ഒരു തീരെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്താണ് നമ്മളെ നാട്ടിലെ എല്ലാ പുഴകളുടെ സൈഡും ഇതുപോലെ കെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര സൂപ്പറായിരിക്കും. ഇങ്ങനൊരു പുഴ നമ്മളെ പ്ലോട്ടിൻ്റെ അടുത്ത് കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഒരുവിധം ആൾക്കാരൊക്കെ വീടുകൾ ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ചെയ്ത മാതിരി വീടുകൾ പുഴയിലേക്ക് തിരിച്ചു വയ്ക്കും. അതായത് ഇപ്പോൾ സാധാരണ ആൾക്കാർ എന്താ ചെയ്യണത്, വീടിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും പുഴ. അതും കൂടാതെ വീട്ടിലത്തെ വേസ്റ്റ് വെള്ളം, മാലിന്യം, ചപ്പും ചവറും കളയാനുള്ളൊരു സ്ഥലം കൂടിയായിട്ടാണ് ഇപ്പോൾ നമ്മളെ നാട്ടിലെ ആൾക്കാർ പുഴയെ കാണുന്നത് കേട്ടോ. ഞാനെങ്ങാനും ഒരു കാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എങ്ങാനും ആവാൻ ഭാഗ്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തി ഇതായിരുന്നു, എല്ലാ പുഴേൻ്റെ 2 സൈഡും 15 അടി ഹൈറ്റിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും കോമഡിയാണെന്ന്. ഇത് കോമഡി ഒന്നുമല്ല. ഇതിന് ഗവൺമെൻറ്റിൻ്റെ നാട്ടുകാരുടെ 1 രൂപ പോലും വേണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴയിൽ നിന്ന് കിട്ടുന്ന മണൽ വിറ്റാൽ മാത്രം മതി. നമ്മുടെ ഈ പുഴകളുടെയൊക്കെ എല്ലാ സൈഡിലും ഒരു 15 അടി ആഴം ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു 2-3 ദിവസത്തെ ദുരിതം ഉണ്ടല്ലോ, അത് ഒരിക്കലും ഒരാൾക്കും അനുഭവിക്കേണ്ടി വരില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു കോൺക്രീറ്റ് ഭിത്തിയുടെ ചിലവുണ്ടല്ലോ, ഏകദേശം അതിൻ്റെ അടുത്ത് അത്രയും ക്യാഷ് ചിലവാക്കി കഴിഞ്ഞാലേ ഉള്ളൂ ഇപ്പം ഉണ്ടാക്കിയ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിനെ ഒന്ന് പരിഹരിക്കാൻ കേട്ടോ. ഇത് വർഷാവർഷം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം നമ്മൾ. ആഗ്രഹങ്ങൾ പറഞ്ഞതാട്ടോ. അതിനിപ്പോൾ ഞാൻ മുഖ്യമന്ത്രി ആവണമെന്നൊന്നുമില്ല, ഉള്ള മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്താലും നല്ലത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഒന്നും പറയാനൊന്നും പറ്റില്ല കേട്ടോ, കാരണം അമ്മ പറഞ്ഞത് എൻ്റെ നാക്ക് കരിനാക്കാണെന്നാണ്. ഇപ്പം ഞാൻ ഇവിടെ ഈ നടക്കുന്ന നടത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജൊക്കെ പണ്ട് കാലത്ത് ഞാൻ ഗൾഫിൽ ഇരുന്നിട്ട് അമ്മനോട് പറഞ്ഞിരുന്നതാണ് അല്ലേ. അന്ന് നീ വിശ്വസിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് മൂനിപ്പള്ളി തന്നെ എത്തി. ഇനി റൊട്ടീൻ റിപ്പീറ്റഡ് ആണ്. അതായത് നേരെ കടയിൽ പോവുക, നാളത്തേക്കുള്ള പാല്, കാരണം നാളെ എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് പാല് മേടിക്കണം. ഇന്ന് പാല് മേടിച്ച് നാളെ ചായ ഉണ്ടാക്കിയാലുള്ള വീഡിയോന് എനിക്ക് തുടക്കം കിട്ടുക. ഇനി 1 കിലോമീറ്റർ കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുവേട്ടൻ്റെ ഡ്യൂട്ടികളെല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. പിന്നെ എല്ലാ വീട്ടമ്മമാരെയും പോലെ തന്നെ സാധാരണ രീതിയിൽ ഫുഡ് ഉണ്ടാക്കുക, പാത്രം മൂറ, അതൊക്കെ തന്നെയാണ് കേട്ടോ പണി. ഇതിൻ്റെ ഇടയിലും ഫോണിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഫോണിൽ ഞാൻ ഓൾറെഡി സംസാരിക്കുന്നുണ്ട് അമ്മേനോട്, കൺസ്ട്രക്ഷൻ ഫോൺ ഇതാ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മൾട്ടി ടാസ്കിങ് ജോബൊക്കെ ആകെ ചെയ്യാൻ പറ്റുന്നത് ലേഡീസിന് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മൂനെ വരെ അടുത്തേക്ക് അടുപ്പിക്കും. പിന്നെ ഇന്നലെ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് പേരൊക്കെ എൻ്റെ വീഡിയോസ് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് സീരീസ്. അപ്പോൾ എല്ലാവരും ഇന്നും അത് കാണണം കേട്ടോ.